പ്രിയതായത് ഗണേഷ് കുമാർ, KB ഗണേഷ് കുമാർ. എൻ്റെ ജന്മസ്ഥലമായ പത്തനാപുരത്ത് നിന്നാണ് കോൺസ്റ്റിറ്റ്യുവൻസി അഞ്ചോളം പ്രാവശ്യം വിജയിച്ചിരിക്കും. ചോദ്യമുണ്ട്, ഗണേഷ് കുമാർ സെക്ഷൽ മാനിയാക്കാണോ? കൃത്യമായിട്ട് പറയാം, ഗണേഷ് കുമാറിന് സെക്ഷലായിട്ടുള്ള ഈ പറയുന്ന മാനിയാക്ക് അസുഖങ്ങളുള്ളതാണ്. അയാളെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ അയാൾ സമ്മതിക്കുന്നില്ല. അയാൾക്ക് ഈ അസുഖമുണ്ട്. പത്തനാപുരത്ത് തന്നെ പല പല പ്രശ്നങ്ങളും ഇഷ്യൂസും പല കുടുംബങ്ങളും, എനിക്കറിയാവുന്ന ഒരു ടീച്ചറിൻ്റെ ഫാമിലി പോലും വല്ലാത്തൊരു ക്രൈസിസിൽ കൂടെയാണ് കടന്നു. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന് സിനിമാ നടൻ, പിന്നെ അധികാരം, മന്ത്രി, ഈ പദവികളൊക്കെയോ? പിണറായി വിജയൻ്റെ മധ്യസ്ഥതയിൽ ഒരു സീനിയർ അംഗമായ ഗണേശനെ ഇത്രമാത്രം ഇതൊക്കെ ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കാൻ, മന്ത്രി മന്ദിര വന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വീടുണ്ട്, വാളകത്തുള്ള കുടുംബ വീടുണ്ട്. ഈ ശ്രീ ബാലകൃഷ്ണപിള്ളയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വാളകം എന്ന് പറയുന്ന കുടുംബ വീട് അതൊരു ഒരു ഒരു സെക്ഷൽ പാഡാക്കി മാറ്റി ഗണേഷ് കുമാർ. ആ ഒരു രീതിയെ തരം താഴുന്ന ഒരു മനുഷ്യൻ, അയാളെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും കേരളത്തിലെ ജനങ്ങൾക്ക് ചോദ്യമാണ്. ഇപ്പോഴെന്താ ഉണ്ടായത്? അതായത് ഗണേഷ് കുമാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും, അതേപോലെ തന്നെ മന്ത്രിയുടെ പേഴ്സണൽ ഡ്രൈവറും, ഇവരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹം ലീഗലായിട്ട് കല്യാണം കഴിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എപ്പോഴും ഗണേഷ് കുമാറിൻ്റെ എവിടൊക്കെ ഉണ്ടോ പോകാം, കാണാം, സംസാരിക്കാം. അതാണ് ലീഗൽ വെറ്റഡ് വൈഫ് എന്ന് പറയുന്നത്, അല്ലാതെ ലിവിങ് ടുഗദർ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ പോയി കഴിഞ്ഞിട്ട് അവർ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന അങ്ങനെയുള്ള അലിഗേഷൻസ് പറയുക? അതേപോലെ ഗണേഷ് കുമാർ സെക്സ്വൽ കോംപ്രമൈസ് പൊസിഷനിലായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇത്ര ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്? എന്നിട്ട് അവർ പോലീസിനെ വിളിക്കുന്നു, 112 വിളിക്കുന്നു. അതേപോലെ മുഖ്യമന്ത്രിയുടെ മകളോട് പറയുകയോ, അവരുടെ ബന്ധുവായ DGP സിഗരയൊക്കെയോട് ഇതിനോടൊക്കെ പറയുന്നു. അവിടെ ഒന്നും ആ സ്ത്രീക്ക് നീതി ലഭിച്ചില്ലേ. അതിനുശേഷം ഗണേഷ് കുമാർ പറഞ്ഞ് ഉണ്ടാക്കിയ സംഭവം എന്താണ്? അയാളുടെ ലീഗലി ബെൻഡഡ് ആയിട്ടുള്ള ഒരു ഭാര്യയ്ക്ക് അവർക്ക് തലയ്ക്ക് മീൻസ് മനസ്സിലാക്കുക, ഞാനും നിങ്ങളും എല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം ബയോളജിക്കലി എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. പക്ഷെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്മണ രേഖയൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാളുടെ രീതിയിൽ, അയാൾക്ക് തോന്നുന്ന രീതിയിൽ എല്ലാം പോകും. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇത്, ഗണേഷ് കുമാറിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കേട്ടോ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും ചില TV ചാനലിലൊക്കെ പറയുന്നത് അയാളൊരു ഭയങ്കര സംഭവമാണ്, മറ്റുള്ളവർ വളരെ മോശമാണ്. അയാൾക്ക് സുരേഷ് ഗോപിയൊക്കെ ഈ അയാൾക്കെതിരെ പ്രതികരിക്കാൻ ഇയാൾക്ക് എന്ത് അർഹതയാണുള്ളത്? അയാളൊരു സിനിമാ നടനാണ്, പൊളിറ്റിക്സിൽ വന്നതാണ്. അതേപോലെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയും എന്നിട്ട് ലോകത്തിനകത്ത് ന്യായീകരണം ഏറ്റവും വലിയ വിശുദ്ധനായിട്ട് സ്വയമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. അതേപോലെ തന്നെ പക്കരാർത്തുമ്പോൾ ജനങ്ങളെയും നാട്ടുകാരെയൊക്കെ വഹിക്കുന്നത്, കാരണം അവിടുത്തെ ക്രിസ്ത്യൻ യോഗത്തിന് ഇതേ പ്രാധാന്യമുണ്ട്. അയാൾ ക്രിസ്ത്യൻ യേശു ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ആ ഗൈഡൻസിലാണ് പോകുന്നത്. ഈ ബന്ധുക്കൂസുകാരും മറ്റുള്ള ക്രിസ്ത്യാനികളൊക്കെ ആകർഷിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ, ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ, ഇവൻ ആള് വെറും തറയാണ്, നിരന്തരമായ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഇതേപോലെ ജയിപ്പിക്കുന്നതും ഒരു മന്ത്രിയാക്കുന്നത് തെറ്റ് തന്നെയാണ്. ആ സ്ത്രീ, അതായത് ഗണേഷ് കുമാറിൻ്റെ ലീഗലി വെൻഡഡ് ആയിട്ടുള്ള ഭാര്യ പറയുന്നു അവർ പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗണേഷ് കുമാറിൽ നിന്ന് പരാതി എഴുതി മേടിക്കുക, അതേപോലെ തന്നെ അന്വേഷണം നടത്തുക. എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥർ, പേഴ്സണൽ സ്റ്റാഫുള്ളവന് അയാളുടെ ലീഗലി വെൻഡഡ് ആയിട്ടുള്ള വൈഫിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ച് വാങ്ങുവാനും കഥവടച്ച് കുറ്റിയിടാനും എന്തുകൊണ്ടാണ് പോലീസ് തിരികെ പോയത്? ഇതിനെപ്പറ്റി അന്വേഷണം വേണം. അല്ലെങ്കിൽ ഇതൊരു ബനാന റിപ്പബ്ലിക് പോലെയാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഗണേഷ് കുമാറിനെ പറ്റി ഞാൻ അറിഞ്ഞിടത്തോളം വിവരം പരമച്ചെറ്റയാണ്. ആ ഒറ്റ വാക്കിൽ പറയും. ഇവനെ ഒരു വീടുകളിലും കയറ്റാൻ ഉള്ളില്ല. ആ വീട്ടിൽ കയറ്റിയോ അവിടെ പ്രശ്നം ഉണ്ടാകും.
എനിക്കറിയാവുന്ന പത്തനാപുരത്തെ പല ഫാമിലിയിൽ ഇവനെ വീട്ടിൽ കയറ്റിയവരെല്ലാം അനുഭവിക്കുന്നതാണ്. അത് വളരെ കൃത്യമായിട്ട് പറയാം. ആദ്യമായിട്ട് ഇവന് വീട് വാടകയ്ക്ക് കൊടുത്ത് വലിയ സെലിബ്രേഷനൊക്കെ നടത്തി വലിയ റിസപ്ഷനൊക്കെ നടത്തിയ ഒരു ഫാമിലി അവസാനം ആ ഫാമിലിയെ വരെ പുറമാക്കാൻ ഇവൻ പോയി. ഇവന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, പത്തനാപുരത്തുകാർ വെറും ഊളകളാണ് ഇവനെ കൊണ്ട് ഒരു പൊരുത്തനെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്ന കാര്യത്തിന്. ഇതിനകത്ത് തന്നെയാണ് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത്. ഗണേഷ് കുമാറിനെ ജയിപ്പിക്കണോ, രാഷ്ട്രീയത്തിൽ നിർത്തണോ, അതോ അവനെ തകർത്ത് കളയണോ?